ഹായ്, ഇന്ന് നിങ്ങൾ ആരോടാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത്? അറിയില്ല അല്ലേ? കാരണമൊന്നും അറിയില്ല. ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കുടുംബക്കാരോടാണോ പ്രതികാരം ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ ഒരു പ്രതികാരം എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചടിക്കാനുള്ളൊരു നമ്മളെ മൈൻഡിൽ വരുന്നൊരു വികാരം ഉണ്ടല്ലോ, ഇതാണ് പ്രതികാരം എന്ന് പറയുന്നത്. നമുക്ക് പ്രതികരിക്കണം. നമുക്കറിയാം, സമൂഹത്തിലൊരു കൂട്ടം ആളുകളുണ്ട്, പാവങ്ങളെന്ന് നമ്മൾ മുദ്ര കുത്തിയ ആളുകളുണ്ട്. അതെങ്ങനത്തെ ആളുകളാ? ധൈര്യമില്ലാത്തവർ, വളരെ കംഫർട്ട് സോണിലിരിക്കുന്നവർ. നമ്മൾ പറയല്ലോ, വായിൽ കൈയിട്ട പോലും കടിക്കില്ല എന്നല്ലേ, അങ്ങനത്തെ പാവങ്ങളാട്ടോ. നിങ്ങൾ വിചാരിച്ച മറ്റേ പാവപ്പെട്ട ഒരു പണക്കാർ, ആ ഒരു പാവമല്ല കേട്ടോ. അപ്പോൾ ഇത്തരം ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പ്രതികരിക്കണം അല്ലേ? പ്രതികാരം ആവുമ്പോഴാണ് അത് വലിയൊരു റിസ്കിലേക്ക് പോകുന്നത്. എൻ്റെ മകനെ ചില ദിവസം സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട്, ഉമ്മ അവൻ എന്നെ കാട്ടി, അല്ലെങ്കിൽ എന്നെ കൊഞ്ഞനം കുത്തി, അപ്പോൾ ഞാൻ അവനെയും തിരിച്ചു കാട്ടും, എന്തായാലും നാളെ പോയിട്ട് തിരിച്ചു കാട്ടും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, അവനെ നീ തിരിച്ചു കാട്ടിയാൽ നീയും അവനും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ അവൻ ചിലപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടെങ്കിലും പക്ഷെ സമ്മതിക്കൂല. ആ സമയത്തെ ദേഷ്യത്തിനും കോപത്തിൻ്റെ ഒക്കെ പുറത്ത് അങ്ങനെയൊക്കെ പറയും. പക്ഷെ പിറ്റേ ദിവസം അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം സ്നേഹവും അല്ലേ, നല്ല ഫ്രണ്ട്സായിട്ടാവും ഉണ്ടാവുക. കുട്ടികളാണല്ലേ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തിയായി പിടിമുറുക്കുന്ന ഒരു വികാരമാണ് ഈ പ്രതികാരം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു വികാരമാണ്. പക്ഷേ അത് കൺട്രോളബിൾ ആവണം, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അല്ലേ, അല്ലെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ്. നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദ്രോഹം ചെയ്യുമ്പോൾ, ആരെങ്കിലും ദ്രോഹം ചെയ്യുക, അല്ലെങ്കിൽ കോപം വരുമ്പോൾ, അഹങ്കാരം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അല്ലേ, ആരെങ്കിലും വേദനിപ്പിച്ചതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് അതൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു മൈൻഡ് വരുന്നത്. നമ്മളിങ്ങനെയുള്ള വിത്തുകളൊക്കെ പാകി നമ്മുടെ മനസ്സിനെ ഈ ഒരു പ്രതികാരത്തിനെ വളരാൻ വിടരുത് എന്നുള്ളതാണ്. കാരണം നമ്മളെ ജീവിതത്തിലല്ലേ മനസ്സിനുള്ള ശാന്തി മുഴുവൻ നഷ്ടപ്പെടും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോപം വളരുന്നത് മൂലം നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. പ്രതികാരം ചെയ്യുമ്പോൾ മനുഷ്യന് ആശ്വാസം കിട്ടുമെന്നൊക്കെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ പുതിയ മുറിവുകൾ സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമുക്ക് ലോകത്തിൽ ഓരോ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് പ്രതികാരത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ വീട്ടിലായാലും അല്ലേ, നമ്മുടെ സമൂഹത്തിലൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പ്രതികാരത്തിൻ്റെ പുറത്താണ്. ക്ഷമ, സ്നേഹം, മനസ്സിൻ്റെ വിശാലത, ഇവയൊക്കെയാണ് ഈ ഒരു പ്രതികാരത്തിനുള്ള മരുന്ന്. ക്ഷമയും ആത്മനിയന്ത്രണവും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ്. താങ്ക് യു.